ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ബിഗ് ബോസിലെ ഇതുണ്ടല്ലോ, കുട്ടികളുണ്ടല്ലോ, അവരെ പറ്റി രണ്ട് വാക്ക് പറയാനും. അതിൽ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മുടെ രേണു സുധീനെ കുറിച്ച്. രേണു സുധി പാവം എന്തോരം ചീത്ത കേട്ടിട്ടാണെങ്കിലും എത്ര അടക്കവും ദുഃഖത്തിലും അതിൻ്റെ അകത്ത് നിന്ന് പോകുന്നുണ്ട്. കാരണം അവർക്ക് അതിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് അവർ വളരെ സൈലൻ്റാണ്. പക്ഷെ അവരൊന്നും അതല്ല. അവള് ആ കുട്ടി അതല്ല. അത് അവിടെ നിന്ന് പോകാൻ വേണ്ടി അത് ഉള്ളിലേക്ക് ഒതുങ്ങി ഒതുങ്ങി ജീവിച്ചു പോകുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം രണ്ടാമത് പറയാനുള്ളത് ഈ അനുമോൾ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ടല്ലോ, ഒരു 30-31 വയസ്സുണ്ട് അതിന്. 16 വയസ്സുള്ള ജിസയിലും. അപ്പം ഈ 16 വയസ്സുള്ള ജിസയിലിന് ഇവർ ഭയങ്കര പോരാ. അതിൻ്റെ അകത്ത് പോരെന്ന് പറഞ്ഞാൽ പോരാ. ഈ സീരിയലിലൊക്കെ കാണുന്ന അമ്മായി പുറകെ നടന്ന് ഇങ്ങനെ ഇത് ചെയ്യുക, ട്രിഗർ ചെയ്യുക, പുറകെ നടന്നവരെ ഇങ്ങനെ അവർ ചെയ്യുന്നത് അത് ചെയ്യുന്നത് പറ്റി ഇതിൻ്റെ ചുണ്ടത്ത് ടിഷ്യൂ വെച്ച് ഉരച്ച് അതിൻ്റെ ചുണ്ടൊക്കെ എന്തോ ഓപ്പറേറ്റ് ചെയ്തൊക്കെ അത് അത്രയും ഭംഗിയാക്കിയൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ പോയിട്ട് ഇങ്ങനെ ഉരച്ച് അതൊക്കെ തൊടുന്നത് അതിന് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ എത്ര പക്വതയുള്ള കുട്ടിയത്. 16 വയസ്സുകളെന്ന് പറയുന്നത് അതിൻ്റെ വളർച്ചയും അതിൻ്റെ ശരീരഭംഗിയും ഒക്കെ, അതിൻ്റെ ആ ഒരു സംസാര രീതികളും അവർ ആ ബോംബെയിൽ വളർന്നു വന്നതിൻ്റെ ആ ഒരു കൾച്ചർ അതിനുണ്ട്. പിന്നെ അതിൻ്റെ ഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മുടെ കേരളത്തിലെ പിള്ളേരെ പോലെ വലിയ ചുരിദാറൊക്കെ ഇട്ട് ഷോളൊക്കെ ഇട്ട് അതല്ല. അതിൻ്റെ ആ അവർ വളർന്നു വന്ന ആ രീതിയാണ് അവരത് കാണിക്കുന്നത്, കൾച്ചർ. നമുക്ക് ഇഷ്ടമില്ലാത്തടത്ത് നമ്മൾ നോക്കണ്ട, വേണമെങ്കിൽ ഓഫ് ചെയ്ത് വെച്ചാൽ പോരെ. നമ്മൾ കാണണം. പക്ഷേ ഭംഗിയുള്ളത് അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, സൗന്ദര്യം നമ്മളുടെ കണ്ണുകളിൽ കൂടി നമ്മൾ കാണുന്നതാണ്. എനിക്കിഷ്ടമാണ് ആ കുട്ടീനെ, നല്ല ഇഷ്ടമാണ്. എന്തൊരു ഭംഗിയാണ് അതിനെ കാണാനായിട്ട്. പക്ഷെ അതിൻ്റെ പുറകെ നടന്ന് ഈ ആര്യനെയും ഇതിനെയും ഇതുപോലെ വധിക്കാനായിട്ട് ഈ കുട്ടിക്ക് ആരാ അധികാരം കൊടുത്തത്? നമ്മൾ കണ്ട ഈ സിനിമയിലൊക്കെ നമ്മൾ പിന്നെ ചുംബന രംഗങ്ങൾ അങ്ങനെയാണെങ്കിലും പിന്നെ അതൊക്കെ നിരോധിച്ചുകൂടെ? അയ്യോ, ചുംബന രംഗങ്ങളൊന്നും പറ്റില്ല, കിസ് ചെയ്യാൻ പാടില്ല, ഉമ്മ വയ്ക്കാൻ പാടില്ല. ഒരു മനുഷ്യൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഉമ്മ ാണ്. ഇപ്പം അത് ഈ കുട്ടി പ്രേമിച്ചിട്ടില്ലേ ആരെയും? അയ്യോ, ഇത്ര നാളായിട്ട് ഈ കുട്ടി ആരെയും സ്നേഹിച്ചിട്ടില്ലേ? ഒരു ചെറുക്കനുണ്ടല്ലോ ഓൾറെഡി, എന്താ അവന് ഉമ്മ വെച്ചിട്ടില്ലേ? സ്നേഹിക്കുന്നവരൊക്കെ സ്നേഹം തോന്നിയാലും ഉമ്മ വയ്ക്കും. നമ്മൾ കുട്ടികൾക്ക് ഉമ്മ എന്തിനാ കൊടുക്കണത്? നമുക്ക് നമ്മുടെ മക്കളോട് ഇഷ്ടം തോന്നുമ്പോഴല്ലേ നമ്മൾ അവരെ വാരി പുടർന്ന് ഉമ്മ കൊടുക്കുന്നത്. അത് സ്നേഹത്തിൻ്റെ ഇതാണ്. നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുന്നത് അങ്ങനെയാണ്, ഉമ്മ വെച്ചിട്ടാണ്. ഇനി അത് ഉമ്മ വെച്ചെങ്കിൽ തന്നെ എന്താ, വെച്ചിട്ടില്ല എന്ന് അവർ പറയുന്നു. വെച്ചെങ്കിൽ എന്താ, അവർ കല്യാണം കഴിക്കാത്ത പിള്ളേരല്ലേ, കൊച്ചു പിള്ളേരെ, അവർ പക്വത വന്ന പിള്ളേരല്ലേ, അവർക്ക് ഉമ്മ വെക്കണമെങ്കിൽ ഉമ്മ വയ്ക്കാം, അതിലൊരു തെറ്റുമില്ല. അതിന് ഈ അനുമോള് എന്താ അവിടെ പറയുന്നത്, എന്താ പ്രകടിപ്പിക്കണമെന്ന് നമുക്കൊന്നും മനസ്സിലാകണില്ല. അപ്പോൾ ഇതിനു മുമ്പുള്ള ഇതൊന്നും കണ്ടിട്ടില്ലേ? ഈ ബിഗ് ബോസിൻ്റെ സീസൺ കഴിഞ്ഞു പോയ സീസണുകളൊന്നും ഈ കുട്ടി കണ്ടിട്ടില്ലേ? എന്തായിരുന്നു അതിൻ്റെ അകത്ത് ഒരു കൂട്ടർ കല്യാണം കഴിച്ച് ഫാമിലിയായിട്ട് സുഖമായിട്ട് ജീവിക്കുന്ന 2 മക്കളുമായിട്ട്. അതിനുശേഷം വന്നവർ എന്തെല്ലാം പേക്കൂത്തുകൾ അതിൻ്റെ അകത്ത് കാണിച്ചു. അപ്പോൾ ഇതൊന്നും ആരും കണ്ടില്ലേ? ഇതൊക്കെ തെറ്റാണെങ്കിൽ പിന്നെ ബിഗ് ബോസ് അത് നടത്തേണ്ട ആവശ്യമില്ലല്ലോ. അവർ ഇതുപോലെയുള്ള കുറേ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെയും, ഇതുപോലെ ബോയും ഗേളും ഒന്നുമില്ല അവിടെ, ജാതിയില്ല, നിറമില്ല, ഒന്നുമില്ലാതെ എല്ലാവരെയും കൂടെ ഒരു മുറിക്കകത്ത്, ഒരു വീടിൻ്റെ അകത്ത് ഇട്ടിട്ട് അവരെ കൊണ്ട് ഗെയിം കളിപ്പിക്കുന്നു. അതല്ലേ ബിഗ് ബോസ്? അപ്പോൾ അവിടെ പലതും കാണും. വേണ്ടത് എന്താണെന്നും വേണ്ടാത്ത എന്താണെന്നും അവിടെ അവർക്ക് നിയമങ്ങളില്ലേ, അത് കൊടുത്തിട്ടില്ലേ അവർ? അത് കഴിഞ്ഞിട്ടല്ലേ അവരെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കുട്ടിക്ക് ഇതെല്ലാം പറയാനുള്ള അധികാരാവകാശം അതാ കൊടുത്തത്. പക്ഷേ ഈ കുട്ടി പറയുന്നതിനോട് നമുക്കൊന്നും യാതൊരു യോജിപ്പുമില്ല. വളരെ നിലവാരം, വളരെ മെച്യൂരിറ്റി ഉള്ള ഒരു കുട്ടിയാണ് ആ ജിസേൽ എന്ന് പറഞ്ഞ കുട്ടി എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെയുള്ള ആൺകുട്ടികളെക്കാളും പെൺകുട്ടികളെക്കാളും കൂടുതൽ മെച്യൂരിറ്റി ഉള്ളതും അതിൻ്റെ സംസാരത്തിലും അതിൻ്റെ പ്രവൃത്തിയിലും അതിൻ്റെ ഭാഷയിൽ കുറച്ച് ഫാഷനബിളാണ് ആൾ. അപ്പോൾ ആ ഒരു സെൻസ് ഇത്തിരി കൂടുതലാണ്, അതൊരു ഇതാണ് അതിന്. അപ്പോൾ അത് കൊണ്ട് അത് ഒഴിച്ചിട്ട് ബാക്കി അതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. ഇത്രയേ പറയാനുള്ളൂ. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം,
പൊതുസമൂഹത്തിൽ വന്ന് നിന്നിട്ട് 10 പേര് 20 പേര് പല വീടുകളിൽ നിന്ന് വന്നിട്ട് ഒരാളെ മാത്രം ഇങ്ങനെ മോശമായിട്ട് അവതരിക്കുക. എന്നിട്ട് പുറത്ത് പോകേണ്ടവരല്ലേ ഇത് കാണില്ലേ, ലോകത്തുള്ളവർ മുഴുവനും കാണില്ലേ, മോശമല്ലേ എന്ന് പറയാം. മോശമാണെങ്കിൽ അവരത് സഹിച്ചോളും. അതിനെന്താ, ഈ അനു എന്ന് പറയുന്ന സ്ത്രീ അവരുടെ അമ്മായിയമ്മ ആരെങ്കിലും ആണോ? അല്ലല്ലോ. ഇവരെ പോലെ തന്നെ അവരും വന്നിരിക്കണം. അവർക്കൊരാളെ ഒന്ന് കിട്ടാത്തതിന് ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരാളില്ലാത്തതിൻ്റെ കുഴപ്പം. ഒരു പാർട്ട്ണർ അവിടെ ഇല്ലെന്ന് തോന്നുന്നു. ഒരു പാർട്ട്ണർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ വിഷമം അങ്ങ് തീരും. ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. ഇത് പറയാനാണ് ഞാനിന്ന് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിലാണ് ഇങ്ങനെയുള്ള ഒരു ആചാരങ്ങളില്ലാത്തത്. ഫോറിൻ കൺട്രീസിലൊക്കെ സായിപ്പന്മാർ കണ്ടില്ലേ, പെരുവഴിയിലാണെങ്കിൽ പെരുവഴിയിൽ നിന്നവർ മുമ്പ് കൊടുക്കും. അവർ അങ്ങനെയാണ് അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇഷ്ടമുള്ളവർക്ക് തമ്മിൽ ഉമ്മ വയ്ക്കാം. ഇഷ്ടമാണെങ്കിൽ ഉമ്മ വയ്ക്കാം. ഇഷ്ടം പ്രകടിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഈ ഒരു എന്താ പറയുക, തീരെ നിലവാരമില്ലാത്ത, തീരെ മോശമായിട്ടുള്ള ആൾക്കാർ പറയുന്ന ഒരു ഭാഷയാണ് അനുമോള് അതിൽ കൂടി പറഞ്ഞ് ഈ ജനങ്ങളെയൊക്കെ മനസ്സിലാക്കുന്നത്. തീരെ നിലവാരമില്ലാത്ത കുട്ടി, എനിക്കത്രേ പറയാനുള്ളൂ. പക്ഷേ ആ ജിസേൽ എന്ന് പറഞ്ഞ കുട്ടി കാര്യം നല്ല മോഡേണാണ്, വസ്ത്രമൊക്കെ കുറച്ചേ ഉള്ളൂ. അത് അവരുടെ ഒരു കൾച്ചറാണ്. ബോംബെയിൽ നിന്ന് വന്ന കുട്ടിയാണ്, അവരുടെ ഒരു കൾച്ചർ അതാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ ശരീരത്തിന് ഭംഗിയില്ലേ, നല്ല അസല് ഭംഗിയുള്ള ബോഡി ഷേപ്പുള്ള ഒരു കുട്ടി. അത് കാണിക്കണതിൽ എന്താ അർത്ഥം? എന്താ ഒരു മോശം, എന്താ ഒരു അപാകത? ഒരപാകതയില്ല. ഒരവയവങ്ങളും അതിൻ്റെ വൃത്തികേടില്ലാത്ത അവയവങ്ങളാണ്. സ്ത്രീ എന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ്, ഒരു വൃത്തികേടില്ലാത്ത അതിൻ്റെ ശരീരഭംഗി ആസ്വദിക്കണം. സ്ത്രീകൾ പോലും ആസ്വദിക്കുകയാണ്, ഞാനൊക്കെ ആസ്വദിക്കുകയാണ്. നല്ല ഭംഗിയുള്ള ശരീരം. അത് കണ്ടിട്ട് അനുമോൾക്ക് സഹിക്കുന്നില്ല. അതുപോലെ ആര്യന നല്ല നോട്ടം വെച്ചത് ആദ്യം കിട്ടിയില്ല. കിട്ടാത്ത മുന്തിരി പുളിക്കും. അതുകൊണ്ടാണ് ഇത് നമുക്ക് പറയാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഞാൻ പറയുവാണ്. കണ്ടപ്പോൾ നമുക്കിത് പറയാതിരിക്കാനും പറ്റുന്നില്ല. കണ്ട് നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് പ്രതികരിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പ്രതികരിച്ച് പോയതാണ്. അപ്പോൾ എൻ്റെ വാക്കുകൾ എല്ലാവരും കേട്ട് അഭിപ്രായം പറയണം കേട്ടോ. എൻ്റെ വീഡിയോക്ക് എല്ലാവരും ഇതിൻ്റെ ഇതിൻ്റെ നല്ല വശം, ചീത്തവശം, ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്നുള്ളത്, ശരിയെന്നുള്ളതും നിങ്ങളുടെ അഭിപ്രായം വഴി എന്നെ അറിയിക്കണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ.